ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെന്റൽ ഹെൽത്ത് ഓഫ് ദ ലേണർ, അതായത് പഠിതാവിന്റെ മാനസികാരോഗ്യം. ഇതിൽ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. മെന്റൽ ഹെൽത്ത് ഈസ് എ കീ ആസ്പെക്ട് ഓഫ് ലേണർ ഡെവലപ്മെന്റ്. അതായത് മാനസികാരോഗ്യം വിദ്യാർത്ഥിയുടെ വളർച്ചയിലെ ഒരു പ്രധാന ഘടകമാണ്. ഇറ്റ് എഫക്ട് തിങ്കിങ്, ഇമോഷൻസ്, ബിഹേവിയർ ആൻഡ് ലേണിംഗ് ഔട്ട്കം. ഇത് ചിന്ത, വികാരം, പെരുമാറ്റം, പഠനഫലം എന്നിവയെ ബാധിക്കുന്നു. അടുത്തത് എസെൻഷ്യൽ ഫോർ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. സമഗ്ര വിദ്യാഭ്യാസത്തിന് ഇത് അനിവാര്യമാണ്. അടുത്തത് മീനിങ് ഓഫ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അതായത് മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ വികാരാത്മക, മാനസിക, സാമൂഹ്യ ക്ഷേമാവസ്ഥയാണ്. ഇറ്റ് ഹെൽപ്പ് ലേണേഴ്സ് കോപ്പ് വിത്ത് സ്ട്രെസ്. ഇത് സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. എനേബിൾസ് എഫക്റ്റീവ് ഫങ്ഷനിങ് ഇൻ സ്കൂൾ ആൻഡ് സൊസൈറ്റി. സ്കൂളിലും സമൂഹത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അടുത്തത് WHO മെന്റൽ ഹെൽത്തിന് കൊടുത്ത ഡെഫിനിഷൻ ആണ്. മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീങ്. മാനസികാരോഗ്യം ഒരു ക്ഷേമാവസ്ഥയാണ്. അടുത്തത് എ പേഴ്സൺ റിയലൈസസ് ഹിസ് ഓർ ഹെർ എബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യൽ. ഒരു വ്യക്തി തന്റെ കഴിവുകളും സാധ്യതകളും തിരിച്ചറിയുന്നു. അടുത്തത് ക്യാൻ കോപ്പ് വിത്ത് നോർമൽ ലൈഫ് സ്ട്രെസ്സസ്. ജീവിതത്തിലെ സാധാരണ സമ്മർദ്ദങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു. വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി. ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെന്റൽ ഹെൽത്തി ലേണർ. ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ്. നല്ല സ്വയം ബോധം ഉണ്ടാകുന്നു. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ഇമോഷണൽ സ്റ്റെബിലിറ്റി, വികാര സ്ഥിരത ഉണ്ടാകുന്നു. സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം ഉണ്ടാകുന്നു. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, സാമൂഹ്യ പൊരുത്തം ഉണ്ടാകുന്നു. അക്കാഡമിക് അഡ്ജസ്റ്റ്മെന്റ്, പഠന പൊരുത്തം ഉണ്ടാകുന്നു. മോട്ടിവേഷൻ, പ്രചോദനം ഉണ്ടാകുന്നു. ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ, ലക്ഷ്യബോധമുള്ള പെരുമാറ്റം ഉണ്ടാകുന്നു. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യം. ഇംപ്രൂവ് അറ്റൻഷൻ, ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. ഇംപ്രൂവ് മെമ്മറി, ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു. ബെറ്റർ കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. എൻഹാൻസ് അക്കാഡമിക് അച്ചീവ്മെന്റ്, പഠനത്തിൽ വിജയം ഉണ്ടാകുന്നു. പ്രൊമോട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ വളരുന്നു. റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, സമ്മർദ്ദവും ആശങ്കയും കുറയുന്നു. റെഡ്യൂസസ് നെഗറ്റീവ് ബിഹേവിയർ, മോശം പെരുമാറ്റങ്ങൾ കുറയുന്നു. റെഡ്യൂസസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്, സ്കൂളുകൾ ഉപേക്ഷിച്ചു പോകുന്നത് കുറയുന്നു. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മെന്റൽ ഹെൽത്ത്. അതായത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തേത് ഫാമിലി എൻവയോൺമെന്റ്, കുടുംബാന്തരീക്ഷം. പാരന്റിങ് സ്റ്റൈല്, മാതാപിതാക്കളുടെ രീതികൾ. സ്കൂൾ എൻവയോൺമെന്റ്, സ്കൂൾ അന്തരീക്ഷം. ടീച്ചർ ബിഹേവിയർ, അധ്യാപകന്റെ പെരുമാറ്റം. പിയർ റിലേഷൻഷിപ്പ്, കൂട്ടുകാരുടെ ബന്ധം. സോഷ്യൽ ആക്സെപ്റ്റൻസ്, സാമൂഹ്യ അംഗീകാരം. സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, സാമ്പത്തിക പശ്ചാത്തലം. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, സാംസ്കാരിക പശ്ചാത്തലം. സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. കൾച്ചർ ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസ്, സംസ്കാരവും മീഡിയയിലെ സ്വാധീനം. അടുത്തത് കോമൺ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. അതായത് സാധാരണയായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്നാമത്തെ അക്കാഡമിക് സ്ട്രെസ്, പഠന സമ്മർദ്ദം ഉണ്ടാകുന്നു. ആൻസൈറ്റി, ആശങ്ക ഉണ്ടാകുന്നു. ലോ സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസക്കുറവ്. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു. ഡിപ്രഷൻ, ഇമോഷണൽ ഡിസ്റ്റർബൻസ്, വികാര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബിഹേവിയറൽ പ്രോബ്ലം, പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, പൊരുത്തക്കേട് ഉണ്ടാകുന്നു. അടുത്തത് കോസസ് ഓഫ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ.
കാരണങ്ങളാണ് പറയുന്നത്. എക്സസീവ് അക്കാഡമിക് പ്രഷർ, അതിരുകടന്ന പഠന സമ്മർദ്ദം ഉണ്ടാകുന്നു. ഫാമിലി കോൺഫ്ലിക്റ്റ്, കുടുംബ തർക്കങ്ങള്. പിയർ റിജക്ഷൻ, കൂട്ടുകാരിൽ നിന്ന് റിജക്ഷൻ ഉണ്ടാകുന്നു. ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, മാനസിക പിന്തുണയുടെ കുറവ്. ലാക്ക് ഓഫ് ഗൈഡൻസ്, മാർഗനിർദ്ദേശക്കുറവ്. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകൾ. ഇവയെല്ലാം കാരണങ്ങൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ. അടുത്തത് വാർണിംഗ് സൈൻസ് ഇൻ ലേണേഴ്സ്, മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ. അതിലൊന്നാമത്തത് സഡൻ ഡിക്ലൈൻ ഇൻ പെർഫോമൻസ്, പഠനത്തിൽ കുറവുണ്ടാകുന്നു. വിഡ്രോവൽ ഫ്രം ഫ്രണ്ട്സ്, കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്ന. മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. ഫ്രീക്വന്റ് ഫിസിക്കൽ കംപ്ലൈൻസ്. ഡിഫിക്കൽറ്റി കോൺസെൻട്രേറ്റിംഗ്, ശ്രദ്ധക്കുറവുണ്ടാകുന്നു. ഇവയെല്ലാം മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ. അടുത്തത് റോൾ ഓഫ് ടീച്ചർ, അധ്യാപകന്റെ പങ്ക്. അതിന് ഒന്നാമത്തെ പറയുന്നത് ക്രിയേറ്റീവ് സപ്പോർട്ടീവ് ക്ലാസ് റൂം, പിന്തുണയുള്ള ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുക. ഐഡന്റിഫൈ ഏർലി സൈൻസ്, പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുക. എൻകറേജ് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്, വികാരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ, മാർഗനിർദ്ദേശങ്ങളും പ്രചോദനവും നൽകുക. ഗീവ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, നല്ല ഉപദേശം നൽകുക. ഫെസിലിറ്റേറ്റ് പിയർ സപ്പോർട്ട് ഗ്രൂപ്പ്, കൂട്ടായ പിന്തുണ ഒരുക്കുക. ഇവയെല്ലാം റോൾ ഓഫ് എ ടീച്ചർ, ഒരു അധ്യാപകന്റെ പങ്ക്. അടുത്തത് റോൾ ഓഫ് പാരന്റ്സ്, മാതാപിതാക്കളുടെ പങ്ക്. പ്രൊവൈഡ് ലവ് ആൻഡ് സെക്യൂരിറ്റി, സ്നേഹവും സുരക്ഷയും നൽകണം. ഇമോഷണൽ വാംത്ത്, മാനസിക പിന്തുണ നൽകണം. മെയിൻറ്റെയിൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് ആശയവിനിമയം നിലനിർത്തുക. അടുത്തത് എൻകറേജ് ബാലൻസ്ഡ് റൂട്ടീൻ, ക്രമബന്ധമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക. അവോയ്ഡ് അൺഹെൽത്തി കമ്പാരിസൺ, അനാവശ്യമായ താരതമ്യം ഒഴിവാക്കണം. അടുത്തത് റോൾ ഓഫ് സ്കൂള്, സ്കൂളിന്റെ പങ്ക്. പ്രൊവൈഡ് കൗൺസിലിംഗ് സർവീസ്, കൗൺസിലിംഗ് നൽകണം. കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാം, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. എൻഷുവർ സേഫ് എൻവയോൺമെന്റ്, സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തണം. അടുത്തത് എൻകറേജ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇതിൽ പറയുന്നത്. ആദ്യം ഫസ്റ്റ് പറയുന്നത് യോഗ, മെഡിറ്റേഷൻ, ഫിസിക്കൽ എക്സസൈസ്, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, പിയർ മെന്ററിംഗ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ടീച്ചർ ട്രെയിനിങ്. അടുത്തത് ഇതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനാണ്. മെന്റൽ ഹെൽത്ത് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് എഫക്റ്റീവ് ലേണിംഗ്, മാനസികാരോഗ്യം ഫലപ്രദമായ പഠനത്തിന്റെ അടിസ്ഥാനമാണ്. ടീച്ചിങ് ട്രെയിനിങ് ഇൻ മെന്റൽ ഹെൽത്ത് അവയർനെസ് ഈസ് എസെൻഷ്യൽ, മാനസികാരോഗ്യ ബോധവൽക്കരണത്തിൽ അധ്യാപക പരിശീലനം ആവശ്യമാണ്. ഏർലി ഇന്റർവെൻഷൻ പ്രിവെന്റ് സീരിയസ് പ്രോബ്ലം, അതായത് ആദ്യഘട്ടത്തിലെ ഇടപെടലുകൾ ഗുരുതര പ്രശ്നങ്ങൾ തടയും. ഹെൽത്തി ലേണേഴ്സ് ബിക്കം പ്രൊഡക്റ്റീവ് സിറ്റിസൺ, ആരോഗ്യമുള്ള വിദ്യാർത്ഥികൾ ഉൽപാദക പൗരന്മാരാകുന്നു. In conclusion, mental health is a vital for overall development of learners. അതായത് മാനസികാരോഗ്യം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് അനിവാര്യമാണ്. It influences academic success and personality. ഇത് പഠന വിജയത്തെയും